വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മൊമെന്റ്സ് ആൻഡ് മെമ്മറീസ്. കുറേ നാളായി ഇങ്ങനെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ട്. ഇതിനു മുമ്പ് നമ്മൾ കാണുമ്പോഴൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഇപ്പം കുട്ടി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അറിയാമല്ലോ. കുഞ്ഞു ബേബീസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മൊത്തം കയ്യിൽ നിന്ന് പോവും. അപ്പം അങ്ങനെ അതിൻ്റെതായ തിരക്കുകളിലൊക്കെ പോകുന്നതിൻ്റെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ തിരക്കുകളിലാണിപ്പം. കുറേ ഷോപ്പിങ്ങും പിന്നെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പം അതൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പാക്കിംഗ് എല്ലാം ബാക്കി കിടക്കുന്നതേ ഉള്ളൂ, ഒക്കെ ചെയ്യണം ഇനി. അപ്പം അതാണ് പരിപാടീസ്. ഓക്കെ, ഇന്ന് ജനുവരി 1 നമ്മളിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആലോചിച്ചിരുന്ന് പെട്ടി ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് പാക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. എല്ലാം എടുത്തിട്ടിട്ടുണ്ട്, ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഒരു പെട്ടി ഇരിക്കുന്നു, ബാക്കിയൊക്കെ അവിടെ പുറത്തേക്ക് ആക്കി. ഭയങ്കര പെട്ടി അവിടെ ഇരിക്കുക. ഇനിയിപ്പം ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോകാൻ എല്ലാം സെറ്റായി അല്ലേ വൈക? ബിഗ് സിസ്റ്റർ ഓൺ ഡ്യൂട്ടി. ചിക്കുട്ട ബൈ. കാശ്മീർ ബൈ. പോയിട്ട് വരാട്ടോ, പോയിട്ട് വരേ. ഗുഡ് ബോയ് ആയിട്ട് ഇച്ചോ, ഗുഡ് ബോയ് ആയിട്ട് ഇച്ചോ. She's like, what about me? Bye. ഓ ശരി ശരി. ഞാനൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 25 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2 മാസമായപ്പോൾ, 7 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. 7 ആഴ്ചയായപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ആള് ഇതാ കിടക്കണം. കുഞ്ഞാപ്പിനെയും കൊണ്ട് ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പം ഡോഗ്സിനെയൊക്കെ നോക്കാൻ ഡോഗ് സിറ്റേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് 2-3 ദിവസം. അത് കഴിഞ്ഞിട്ട് മിനിച്ചേട്ടൻ്റെ വീട്ടിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് പോകും. അപ്പം എല്ലാം സെറ്റാണ്. ഞങ്ങൾ ഇറങ്ങാണേ, വന്നിട്ട് കാണാം നാട്ടിലത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ചിക്കു, ബൈ കുക്കി. മനുഷ്യരെക്കാൾ കൂടുതൽ പെട്ടി ആയിട്ട് നാട്ടിൽ പോകുന്ന ആൾക്കാർ അല്ലേ വൈക? ഓക്കെ, കേറുന്നേ. Yeah, we're going home. Home? Yes, Amma's home. Yeah. You're flying. Fly from here to Doha. You ready, Vaiga? അത് ഒന്നുകൂടെ ഒന്ന് പറയൂ. സയൻസ് ഒന്നും ശരിയല്ല. അതിന് നമ്മൾ എന്താ പറഞ്ഞായിരുന്നു? അനൗൺസ്മെന്റ് കാരണം ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഫ്ലൈറ്റിൽ കയറി, ഇരുട്ടാണ്, ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ബേബി ഉറങ്ങുക, അതുകൊണ്ട് മിൻറ്റ് ലൈം അതാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക്. നമ്മളിതാ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. എൻ്റെ സീറ്റ് ബെൽറ്റിനോട് അറ്റാച്ച് ചെയ്ത് ബേബിക്ക് ഒരു സീറ്റ് ബെൽറ്റ് തന്നിട്ടുണ്ട്. അത് അവളുടെ എങ്ങും എത്തൂല. എന്നാലും അവർ പ്രോട്ടോക്കോള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബെൽറ്റ്. ഹ്യൂസ്റ്റൺ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. എൻ്റെ സീറ്റ് നമ്പർ 12B. ഇതാണ് എൻ്റെ സീറ്റ് നമ്പർ. ഏട്ടനും വൈകയും അവിടെയുണ്ട്. അവര് രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇരിപ്പുണ്ട്. വെൽക്കം ഡ്രിങ്കിന് ശേഷം അവർ ഇറാനി ടീ ആണ് കൊണ്ടുവന്ന് തന്നത്. അയ്യോ, അതിന് ഭയങ്കര കയ്പായിരുന്നു. ഒട്ടും മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ അവർ ഡേറ്റ്സ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് തന്നത്. അത് ഇതേപോലെ ഭംഗിയുള്ള കുഞ്ഞ് കപ്പിലായിരുന്നു ഈ ടീ കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അതേപോലെ തന്നെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവരൊരു പജാമ സെറ്റും കൂടി നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതായിരുന്നു എൻ്റെ സീറ്റ്. അതേപോലെ തന്നെ അവർ ഇതേപോലെ ഒരു ബോക്സിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലിപ് ബാമും മോയ്സ്ചറൈസിങ് ക്രീം, ഫേസ് ക്രീം, അതേപോലെ ചെറിയൊരു പെർഫ്യൂം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവരൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി. ഇതായിരുന്നു ഏട്ടൻ്റെയും വൈകയുടെയും സീറ്റ്. ഇങ്ങനെ അടുത്തടുത്തുള്ള സീറ്റ് ഒന്നിച്ചാക്കിയിട്ട് അതൊരു ക്യൂൻ ബെഡ് പോലെ ആക്കാൻ പറ്റും കേട്ടോ. മെനു വായിച്ചോണ്ടിരിക്കുക. കുറെ സാധനങ്ങൾ കഴിക്കാനുണ്ട്. കാർട്ടൂണാണോ കാണുന്നത്? ഉറങ്ങിയിട്ടില്ല അവള്. സാക്ഷി is in the bassinet. സച്ചുട്ടി, ഓ സച്ചുട്ടി ഉടുപ്പൊക്കെ മാറ്റി ഉറങ്ങാൻ റെഡി ആയി കിടക്കുക അല്ല സച്ചുമ്മ? ഇവര് ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി കൊണ്ടുവരുമ്പോ കുറച്ച് ലേറ്റ് ആവുമായിരുന്നു. അപ്പം എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി എനിക്ക് കുറേ സ്നാക്സും ഒരു ചായയൊക്കെ കൊണ്ടുതന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്ര വിശപ്പായിരുന്നു. കിട്ടിയ പാടെ കഴിച്ചു. ബട്ടറാണ് ഇതൊരു ടാർട്ട് വിത്ത് സാൽമൺ ഐ തിങ്ക്. ഒരു ബ്രെഡ്, പിന്നെ എപ്പോഴും ഒരു ക്യാൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കും, പിന്നെ വാട്ടർ. ഈ മീൻ കോഴ്സ് വരുന്നതേ ഉള്ളൂ. എന്റെ പംകിൻ വിത്ത് കോക്കനട്ട് സൂപ്പ് വന്നിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ മീൻ കോഴ്സ് വന്നിട്ടുണ്ട്. ഒരു ചിക്കന്റെ ഡിഷാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് ദോഹ എയർപോർട്ടിൽ എത്തി. നമ്മളിപ്പോൾ ലോഞ്ചിലാണ്. ഏട്ടൻ അവിടെ എന്ത് ചെയ്യാൻ പോണു ഏട്ടാ? ഞാൻ ബീർ കുടിക്കാൻ. എവിടെ? ചിക്കൻ ബിരിയാണി ഉണ്ട്. അതെന്ത് നൂഡിൽസ്? ഞാനിതാ കഴിച്ചേ, സിംഗപ്പൂർ നൂഡിൽസ്. പിന്നെ സ്പെഗറ്റി ഉണ്ട്. 2 സൂപ്പ്, ഒന്ന് വെജും. അതാ ഞാൻ ട്രൈ ചെയ്തത്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല, ഏട്ടന് ഇഷ്ടമാണ്. ഡെസേർട്ട് അവർ ഫിൽ ചെയ്തിട്ട്. വൈകിട്ട് എന്താ വേണ്ടേ? നൂഡിൽസ്. ഇത് ഞാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ, അറേബ്യൻ ഡെസേർട്ട്സ്. ഇത് ബനാന ബ്രെഡ് അല്ല, ക്യാരറ്റ് കേക്ക്. ഇതിന്റെ പേര് ഒരു അറേബ്യൻ ഡെസേർട്ട്. ഓ, ഇവിടെ ആൾക്കാർ അതിന് നിൽക്കുന്ന ആ ക്യൂല്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടും. ഹലോ, ഇതിപ്പോ കുടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാതെ. Hey, I just said so. I said you can grab one. I didn't say you can drink one. Yeah, I said I don't want to. അവിടെ നാനുണ്ട്, ബ്രെഡ് ഉണ്ട്. സ്പെഗറ്റി, വൈകി സ്പെഗറ്റി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഞങ്ങൾ ലോഞ്ചിൽ എത്തിയിട്ട് പെട്ടെന്നൊരു ഷവറൊക്കെ എടുത്തു, ഫ്രഷായി തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറിയത്. You want to do the Gatmil? Oh no! It's going to be fun. You want to try? I'm scared. Ready? 1, 2, 3. Wait. 1, 2, 3. Woohoo! Come on, guys. Let's go. Come on. Are you ready? Ready for landing? നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. Baby.
ഇംഗ്ലീഷിൽ നിൽക്കുവാണ് കുഞ്ഞി. എവിടെ? I like the decorations. ഇതാണ് എൻ്റെ വീട്. വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ. അതുകൊണ്ടാണ് വീടിൻ്റെ മുന്നിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കരച്ചില്ല, ഉറക്കം ശരിയാവാത്തത്. കുഞ്ഞു വഴക്കായതുകൊണ്ട് ചേച്ചിയും കുട്ടികളും വന്ന സമയത്ത് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചൊരു ദിവസം വന്നപ്പോഴത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുവാടി പെട്ടി പ്രമാണമൊക്കെ? ഇനി പോകുന്നില്ല അങ്ങോട്ട് തിരിച്ച്? കുഞ്ഞിനെ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് ആദിയും ദേവും കൂടെ വഴക്കിടുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ എൻ്റെ ചേച്ചിയും ഈ കൂട്ടത്തിൽ കൂടാറുണ്ട്. അവധിയിൽ പോയ സ്റ്റാഫെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. ചക്കര എവിടെ? ചക്കര എവിടെ?